ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിളുകൾ ഈ പേഴ്സണൽ പ്രോനൗണുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇഷ് വെച്ച് പറയുമ്പോൾ ഇഷ് ലേർനെ ഡോയ്ച്ച്, ഇഷ് ലേർനെ ഡോയ്ച്ച്. അപ്പോൾ ഇവിടെ ഇഷാണ് പേഴ്സണൽ പ്രോനൗണായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഡു ഫോർമാറ്റാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ എസ് നോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. കോംസ്റ്റ് ഡു മിറ്റ്, കോംസ്റ്റ് ഡു മിറ്റ്, നീ കൂടെ വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. കോംസ് ടു മിറ്റ്, മിറ്റ് കോമൻ എന്നുള്ള വാക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അറ്റത്തേക്ക് പോയേക്കണത്. അപ്പോൾ ഇത് ഡു ഫോർമാറ്റ് ആയതുകൊണ്ട് കോംസ്റ്റ് ഡു മിറ്റ് എന്നാണ് ചോദ്യം. അടുത്തത് സി, ഫോർമൽ സി ആണ്. അപ്പോൾ അതിൽ സി സിൻഡ് നെറ്റ് യു ആർ നൈസ് എന്ന് നേരിട്ട് നമ്മളൊരു പ്രശംസ കൊടുക്കുന്നതാണ് ഒരാളോട്. അപ്പോൾ താങ്കൾ എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ താങ്കൾ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ താങ്കൾ നല്ല മനുഷ്യനാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് സി സിൻഡ് നെറ്റ് എന്നാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. അടുത്തത് വരുന്നത് എറാണ്, തേർഡ് പേഴ്സൺ. ഇത് രണ്ട് സെക്കൻഡ് പേഴ്സൺ, ഇത് ഫസ്റ്റ് പേഴ്സൺ. ഇനി എർ വരുന്നത് തേർഡ് പേഴ്സണിലാണ്. എർ സീറ്റ് ഫാൻ, അവൻ ടി വി കാണുന്നു. ഫാൻ സേ എന്നാണ് വാക്ക്, അതും സ്പ്ലിറ്റായി പോയിരിക്കുന്നതാണ്. അടുത്തത് എസ് വെച്ച് ഇറ്റ് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വാക്ക്, അതിൻ്റെ സെൻറ്റൻസ് എസ് വൈൻഡ്. ചിലപ്പോൾ കുട്ടി കരഞ്ഞു എന്നായിരിക്കാം. ദ സ്കിൻഡ് വൈൻഡ് എന്നാണ് നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ എഴുതാൻ പോകുന്നത്. അല്ലെങ്കിൽ ദ സ്കിൻഡ് ലീക്ഡ് ഡോർട്ട്, അവിടെ കിടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് പറയാം എസ് വൈൻഡ്, അത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെ കിടന്നുകൊണ്ട് കരയുന്നു. അപ്പോൾ എസ് എന്നുള്ളത് ആ ന്യൂട്രൽ ഫോമിനെ ഉദ്ദേശിച്ചും. വൈനനാവുമ്പോൾ ചിലപ്പോൾ പൂച്ചയായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കരയുന്നു എന്ന് എഴുതാൻ പറ്റുള്ളൂ. അടുത്തത് അതിൻ്റെ അവളെന്നുള്ള ഫോമാണ് സി എന്നുള്ളത്. ഈസ്റ്റ് സി ദ, അവൾ അവിടെ ഉണ്ടോ, ഇസ് ഷീ ദെയർ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ സി എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അടുത്തത് വിയർ വെച്ചാണ് എഴുതുന്നത്. ഇത് മൂന്നും പ്ലൂറൽ ഫോമിൽ വരുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ വിയർ എന്നുള്ളത് വിയർ സിൻഡ് സു ഹൗസേ, ഞങ്ങൾ വീട്ടിലുണ്ട്, വി ആർ അറ്റ് ഹോം എന്നുള്ള വാക്ക് സെൻറ്റൻസാണ്. അടുത്തത് ഡൂയിൻ്റെ പ്ലൂറൽ ഫോമാണ് ഇയർ എന്നുള്ളത്, നിങ്ങളെന്നുള്ള വാക്കാണ്, അല്ലെങ്കിൽ അർത്ഥം അതാണ് പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്നത് കോംറ്റ് ഇയർ ഹോയ്റ്റെ, നിങ്ങൾ ഇന്ന് വരുമോ, വരുന്നുണ്ടോ എന്നും വേണമെങ്കിൽ നമുക്ക് അർത്ഥമാക്കാം. അപ്പം കോംറ്റ് ഇയർ ഹോയ്റ്റെ, നിങ്ങൾ ഇന്ന് വരുന്നുണ്ടോ. അടുത്തത് പ്ലൂറൽ ഫോം സി ആണ്, അവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് സി സ്പീലൻ ഫൂസ്ബാൾ, സി സ്പീലൻ ഫൂസ്ബാൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ആ ടേബിൾ നോക്കി കഴിയുമ്പോൾ 3 സ്ഥലത്ത് നമുക്ക് ഒരുപോലെയുള്ള എൻഡിങ് കിട്ടും അല്ലേ. അപ്പോൾ ഒന്ന് വിയറിൻ്റെ അവിടെയും, പിന്നെ ഒന്ന് പ്ലൂറൽ സിയുടെയും, ഒന്ന് പിന്നെ ഫോർമൽ സി എന്ന് വെച്ചാൽ പ്ലൂറൽ ഫോമിലെ സിക്കും സിംഗുലറിനും നമുക്ക് ഇ എൻ ആണ് അറ്റത്തെപ്പോഴും വരിക കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓരോന്നിൻ്റെയും ഇഷിൻ്റെ വിയറാണ് പ്ലൂറിൽ, ഡൂയിൻ്റെ ഇയറാണ് പ്ലൂറിൽ വരുന്നത്. സിക്ക് പ്ലൂറൽ സി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ. അടുത്തത് എർ എസ് സി ഒരുമിച്ച് വരും തേർഡ് പേഴ്സണായിട്ട്, അതിൻ്റെ പ്ലൂറിലാണ് ഈ സി ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ നിന്ന്, ഈ ടേബിളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞാൻ ഒരുമിച്ച് ഫസ്റ്റ് പേഴ്സൻ്റെ സിംഗുലറും പ്ലൂറലും സെക്കൻഡ് പേഴ്സൻ്റെ സിംഗുലറും പ്ലൂറലും അങ്ങനെ വിഭാഗം വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഇഷും വിയറുമാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇഷ് വോണെ ഇൻ കാലടി, ഇഷ് വോണെ ഇൻ കാലടി. ഇഷാണ് ഇവിടുത്തെ സിംഗുലർ പേഴ്സണൽ പ്രോനൗൺ. ഇനി പ്ലൂറിൽ വരുമ്പോൾ വിയർ
കൗഫൻ ഐൻ ഹൗസ്. വിയർ കൗഫൻ ഐൻ ഹൗസ്. ഞങ്ങൾ ഒരു വീട് മേടിക്കുന്നു. അപ്പോൾ വിയർ എന്നുള്ളതാണ് ഇവിടെ പ്ലൂറൽ ഫോം. ഇഷിൻ്റെ പ്ലൂറൽ ഫോം വിയറാണ്. അപ്പോൾ അടുത്തത് സെക്കൻഡ് പേഴ്സണായ ഡൂയും ഇയറും ഫോർമൽ സിയും ആണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൊംസ് ടു മിറ്റ് ഉൺസ് ഇൻസ്കിനോ. കൊംസ് ടു മിറ്റ് ഉൺസ് ഇൻസ്കിനോ. ഇത് എന്ന് പറയുന്നത് കൊംസ് ടു. ഡു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സിംഗുലർ ഫോം ഓഫ് ദ സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഡു നിങ്ങൾക്ക് മനസ്സിലായി, അതിൻ്റെ അറ്റം ഇവിടെ ST വരുന്നുണ്ട്. നമുക്ക് പിന്നീട് പഠിക്കാം. അടുത്തത് ഹാപ്റ്റ് ഇയർ ഓയറെ ഹൗസ് ഓഫ് ഗാബൻ ഗമാറ്റ്. ഹാപ്റ്റ് ഇയർ ഓയറെ ഹൗസ് ഓഫ് ഗാബൻ ഗമാറ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തോ എന്നാണ് ചോദ്യം. ഇവിടെ ഡൂവിൻ്റെ പ്ലൂറൽ ഫോമാണ് ഇയർ. ഇയർ നിങ്ങൾ. അപ്പോൾ നീ, നിങ്ങൾ എന്നുള്ള പേഴ്സണൽ പ്രൊനൗണാണ് ഇവിടെ വരുന്നത്. അടുത്തത് വരുന്നത് ഫോർമൽ ഫോമായ ക്യാപിറ്റൽ സി, താങ്കൾ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ. സിൻ സി ഹെർ വാഗ്നർ. ആർ യു മിസ്റ്റർ വാഗ്നർ. താങ്കൾ മിസ്റ്റർ വാഗ്നർ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ സിൻഡ് സി ഹെർ വാഗ്നർ, അത് ഫോർമൽ ഫോമിൻ്റെ സിംഗുലർ ഫോമാണ്. ഇനി അടുത്തത് അതിൻ്റെ പ്ലൂറൽ ഫോമാണ് സിൻഡ് സി പ്രൊഫസോറിൻ ഉൺ പ്രൊഫസോർ. അപ്പോൾ ഭാര്യയും ഭർത്താവും പ്രൊഫസേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? സിൻഡ് സി പ്രൊഫസോറിൻ ഉൺ പ്രൊഫസോർ. അപ്പോൾ ഇത് സിംഗുലർ ഫോം ഫോർമലാണ്, അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഈ താഴെ ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡു, ഇയറും സിയുടെയും അർത്ഥവും അല്ലെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അടുത്ത് വരുന്നത് ദ തേർഡ് പേഴ്സൺ ആണ്. അതിൽ ഉൾപ്പെടുന്നത് എർ, എസ്, സി. അവൻ, അത്, അവൾ അല്ലെങ്കിൽ ഹി, ഇറ്റ്, ഷീ എന്നുള്ള സിംഗുലർ ഫോമും പിന്നെ വരുന്നത് പ്ലൂറൽ ഫോമായ സിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തേർഡ് പേഴ്സൻ്റെ സിംഗുലർ ഫോം നോക്കാം. അതിൻ്റെ മാസ്കുലിൻ എന്ന് പറയുന്നത് ദർ ബൗം ഇസ് ആൾട്ട്. ദർ ബൗം ഇസ് ആൾട്ട് എന്ന് വെച്ചാൽ മരം പഴയതാണ്. ദ ട്രീ ഇസ് ഓൾഡ്. അതിൻ്റെ പ്രോനൗൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദർ ബൗമിന് പകരമുള്ള പ്രോനൗണാണ് എർ. ഇത് മാസ്കുലിൻ ഡർ ആയതുകൊണ്ടാണ് അതിൻ്റെ പ്രോനൗണായിട്ട് എർ വരുന്നത്. അപ്പോൾ ബൗമിനെ ഉദ്ദേശിച്ചാണ് എർ എന്ന് പറയുന്നത്. എർ ഇസ്റ്റ് ആൾട്ട്, അത് അവൻ പഴയതാണ്. അവനെന്ന് ഉദ്ദേശിക്കുന്നത് ട്രീയാണ്. അടുത്തത് ന്യൂട്രൽ ഫോമിൽ വരുമ്പോൾ ദാസ് ബുഹ് ഇസ്റ്റ് ഇൻട്രസാൻറ്റ്. ദാസ് ബുഹ് ഇസ്റ്റ് ഇൻട്രസാൻറ്റ് എന്നാണ്. ദ ബുക്ക് ഇസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ദാസ് ബുഹിന് പകരമുള്ള പ്രോനൗണാണ് എസ്. ദാസ് ബുഹ് എന്നുള്ളതിൻ്റെ ന്യൂട്രൽ ഫോമിൻ്റെ പ്രോനൗൺ എസ് എന്നാണ്. ഇത് തിങ്ങിനെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ന്യൂട്രൽ ആർട്ടിക്കിളിനെ ഉദ്ദേശിച്ചാണ്. എല്ലാ ന്യൂട്രൽ ആർട്ടിക്കിളിനെയും നമ്മൾ എസ് വെച്ചിട്ടാണ് പറയുക. എസ് ഇസ്റ്റ് ഇൻട്രസാൻറ്റ്, ഇറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് വായിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇവിടെ എസ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവുക. അടുത്തത് വരുന്നത് ഫെമിനീൻ ഫോമാണ്. ഡി കിർഹെ ഇസ്റ്റ് ആൾട്ട്, പള്ളി പഴയതാണ്. ദ ചേർച്ച് ഇസ് ഓൾഡ്. അപ്പോൾ അതിൻ്റെ പ്രോനൗണാണ് സി. ഡി കിർഷെ എന്നുള്ളത് ഫെമിനീൻ ആർട്ടിക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ പ്രോനൗൺ സി ആയിട്ട് വരും. സ്മോൾ സി. അവൾ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. അവൾ എന്നുള്ളത് അവൾ പഴയതാണ് എന്ന് വെച്ചാൽ പള്ളി പഴയതാണെന്ന് അർത്ഥം. അടുത്തത് പ്ലൂറൽ ഫോമായിട്ടുള്ള സി ആണ്. അത് ചെറുതായിട്ടാണ് എഴുതുക. അത് എർ എസ് സിയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് നിൽക്കുക. അപ്പോൾ സിംഗുലർ ഫോം എർ, എസ്, സി.
അടുത്തത് വരുന്നത് പ്ലൂറൽ ഫോം ഈ സി ആണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദി ഹോയ്സർ സിൻഡ് നോയ്, ദ ഹൗസസ് ആർ ന്യൂ. അപ്പോൾ ദി ഹോയ്സർ എന്നുള്ളത് പ്ലൂറൽ ഫോമാണെന്ന് നമുക്കറിയാം, ഇവിടെ ഹോയ്സർ എന്ന് വരുന്നത് കൊണ്ട്. അപ്പോൾ ദി ഹോയ്സർ എന്നുള്ളതിന് പകരമാണ് സി എന്നുള്ള പ്രോനൗൺ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദി ഹോയ്സർ, ദ ഹൗസസ് ആർ ന്യൂ. അപ്പോൾ അതിൻ്റെ തന്നെ ദേ ആർ ന്യൂ. ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡി ഹോയ്സറിനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ജർമ്മൻ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ പേഴ്സണൽ പ്രോനൗൺ ഇത് ഫസ്റ്റ് ഫേസിലുള്ളതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടാണ്. അതിനെ പറയുന്ന പേരാണ് നോമിനാറ്റീവ് കേസ്. നോമിനാറ്റീവ് കേസ് എപ്പോഴും ബേസിക്കായിട്ട് നിലകൊള്ളുന്ന ഒരു കേസാണ്. അതിൽ നിന്നാണ് നമ്മൾ പിന്നീട് വേറെ വാക്കുകളിലേക്കൊക്കെ പോകുന്നതും. ഈ വാക്കിൽ ഇവിടെ നിന്നാണ് പുതിയ വാക്കുകളിലേക്ക് അല്ലെങ്കിൽ കേസ് അനുസരിച്ചുള്ള വാക്കുകളിലേക്കൊക്കെ പോവുക. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. എന്തായാലും ഫസ്റ്റ് ബേസ് പേഴ്സണൽ പ്രോനൗൺ നോമിനാറ്റീവ് കേസാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.